നമസ്കാരം. സുപ്രീം കോടതി ജഡ്ജി ദീപാങ്കർ ദത്ത ഇന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്ന്. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തിയിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതി അതിരൂക്ഷമായ രീതിയിലുള്ള ഈ ഒരു പ്രതികരണം നടത്തിയത്. ഇവരൊക്കെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സാധാരണയായി സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളാവുന്നത്. അവർ ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിച്ചത് ഈ രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠമാണ് എന്നുള്ള കാര്യമാണ് ഇതിലേറെ പ്രസക്തമാകുന്നത്. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ.പി. ശങ്കരദാസിൻ്റെ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ അന്ന് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നായിരുന്നു. അതായത് സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് സംഘടിതമായി ശബരിമലയിലെ സ്വർണം കൊള്ളയുകയായിരുന്നു. അവിടുത്തെ വിലപ്പെട്ട മുതലുകളെല്ലാം തന്നെ ഇവർ അടിച്ചു മാറ്റി കഴിഞ്ഞു എന്ന് സുപ്രീം കോടതിക്ക് പോലും ഉത്തമ ബോധ്യമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഈ കേസിലെ പ്രതികളായ സ്വർണ്ണക്കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ദുർഘടമാകാനാണ് സാധ്യത. കാരണം സുപ്രീം കോടതി ഇവരെല്ലാവരും കള്ളന്മാരാണ് എന്ന് നിരീക്ഷിച്ച സ്ഥിതിക്ക് ഇനി മറ്റു കോടതികൾക്കൊന്നും തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവിടെ ഉയരുന്നുണ്ട്. ഈ സ്വർണ്ണ പാളികൾ വീണ്ടും സ്വർണ്ണം പൂശിയത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി ചോദിക്കുകയും നിങ്ങൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കീഴ്ക്കോടതിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം ഓർക്കുക, സുപ്രീം കോടതിയിൽ ഒരു കേസുമായി പോകുമ്പോൾ എത്രമാത്രം പണച്ചിലവായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എൻ വാസുവിനാണെങ്കിലും കെ.പി. ശങ്കരദാസനാണെങ്കിലും ഒക്കെ തന്നെ സുപ്രീം കോടതിയിലെ പ്രമുഖരായ അഭിഭാഷകരെ ഒരു ദിവസത്തെ സിറ്റിങ്ങിന് വൻ തുക നൽകി അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ എല്ലാം കയ്യിൽ എണ്ണിയാൽ തീരാത്ത പണം ഉണ്ട് എന്നുള്ളത്. ഏതായാലും സുപ്രീം കോടതി ജഡ്ജിമാരും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സ്ഥിതിഗതികളെക്കുറിച്ച് എത്ര കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുകയാണ് ഈ കേസിലെ സുപ്രീം കോടതിയുടെ ഈ ഒരു ശക്തമായ പരാമർശം. എന്നാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ അവർക്ക് കഴിയുകയില്ല. അതേസമയം കേരളത്തിൽ UDF ആണ് ഭരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സുപ്രീം കോടതിൻ്റെ പരാമർശം ഉണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് സാധാരണ CPI നേതാക്കളൊക്കെ തന്നെ. പക്ഷേ അവരാരും തന്നെ ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഒരു ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. നേരത്തെ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് സുപ്രീം കോടതി പരാമർശപ്പോഴൊക്കെ തന്നെ മൗനം പാലിക്കുകയായിരുന്നു CPM. അതോ ഇനി പണ്ടത്തെ പോലെ കോടതി അംഗീകരിക്കാത്തൊരു പാർട്ടിയായി വീണ്ടും CPM മാറിയോ എന്ന് സ്വാഭാവികമായ സംശയം നമുക്ക് തോന്നാമെങ്കിലും ഈയിടെയായി അങ്ങനെയൊന്നുമല്ല. കോടതിയിൽ ഇപ്പം CPMന് വലിയ വിശ്വാസമാണ് എന്നാണ് പല കേസുകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചുമൊക്കെ തന്നെ പ്രത്യേകിച്ച് CPIയും CPMനെ സംബന്ധിച്ച് ഇത് വലിയൊരു ദുസ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം CPMൻ്റെയും CPIയുടെയും നേതാക്കളാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് ഈ കേസിൽ പ്രതികളായി. ശബരിമലയിലെ സ്വർണം കട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏതാണ്ട് 1.5 കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ ആസ്തികൾ കണ്ടുകെട്ടിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവരുടെയൊക്കെ തന്നെ ആസ്തികൾ കണ്ടുകെട്ടും. കഴിഞ്ഞ ദിവസം ED ശക്തമായ തോതിലുള്ള ഒരു റെയ്ഡ് നിരവധി സ്ഥലങ്ങളിൽ ഒരുമിച്ച് നടത്തുകയുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കാനാണ് CPI ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് വോട്ടർമാരോട് വിലപ്പോകില്ല എന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം വീടുകൾ തോറും കയറി ഇറങ്ങി ഇപ്പോൾ പാർട്ടി ആളുകളോട് വിശദീകരിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും നാട്ടുകാർ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടിയെടുക്കും എന്നുള്ള ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടി പറഞ്ഞ് തൽക്കാലം തടിതെപ്പിക്കൊള്ളാൻ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായി ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരൊക്കെ തന്നെ പലരും കോടികൾ കട്ടുപിടിച്ചിട്ടുണ്ട് എന്ന കാര്യം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.പി. ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കെ.പി. ശങ്കരദാസിൻ്റെ മകൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ നിങ്ങളിതിന് മടിക്കുന്നത് എന്നുള്ള വരെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ നീതിന്യായ പീഠങ്ങൾക്കൊക്കെ തന്നെ ഒരു കാര്യം ഇപ്പോഴേ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഒരു സംഘം കൊള്ളക്കാർ തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് എന്ന്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ പല രേഖകൾ സൂചിപ്പിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് അധികൃതർ നിരന്തരമായി ആചാര ലംഘനം നടത്തുകയായിരുന്നു എന്നാണ്. ആചാരങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആചാര ലംഘനം നടത്തുക എന്ന് പറയുന്നത് തന്നെ ദൈവനിഷേധമായി കരുതണം. ഈശ്വരവിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ ദേവസ്വം ബോർഡിൽ അംഗമായിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഈ വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ വിശ്വാസികളാണ് പക്ഷേ ഞങ്ങൾ കൊള്ളയടിക്കുമെന്നുള്ള നിലപാട് സ്വീകരിച്ചതിനെ ആണ് ഇവിടെ സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി അങ്ങോട്ട് പലരും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒന്ന് മടിക്കും. കാരണം ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് കേസിലെ 2 പ്രതികൾക്ക് വലിയ തോതിലുള്ള വിമർശനം നേടേണ്ടി വന്നു. ശക്തമായ ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇവരെയൊക്കെ തന്നെ വിമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർ പലരും കുറേ കാലമെങ്കിലും ജയിലിൽ കിടക്കാൻ തന്നെയായിരിക്കും വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യവും ഉറപ്പാണ്.